പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തിയിരിക്കുന്നു. അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ ഇന്ന് ധ്വജാരോഹണമാണ്. അവിടെ പ്രധാനമന്ത്രി ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് അയോധ്യയിൽ നടത്തിയിരിക്കുന്നത്. റോഡ് ഷോ അടക്കം പ്രധാനമന്ത്രിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇതാ പ്രധാനമന്ത്രി അവിടെ അയോധ്യയിൽ റോഡ് ഷോ നടത്തുകയാണ്. അദ്ദേഹം റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള അവിടെ ഉള്ള ആളുകളെ, നാട്ടുകാരെ, പാർട്ടി പ്രവർത്തകരടക്കമുള്ളവരുണ്ട്. അവരെയൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹം റോഡ് ഷോ ആയിട്ട് ഇപ്പോൾ അയോധ്യയിലേക്ക് വരികയാണ്. അയോധ്യ BJPയുടെ ഒരു ഐക്കണാണ്. എല്ലാ കാലത്തും വലിയ തരത്തിൽ സാധ്യതയായി ഉപയോഗിച്ചിരുന്നതാണ്. ഇത്തവണ അയോധ്യയിൽ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായി. അവിടെ ധ്വജാരോഹണം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത്. നേരത്തെ പ്രാൺ പ്രതിഷ്ഠ നടത്തിയപ്പോഴും പ്രധാനമന്ത്രിയാണ് പങ്കെടുത്തത്. ഇതാ ഇപ്പോൾ നരേന്ദ്രമോദി അയോധ്യയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ കടന്നു വരികയാണ്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അയോധ്യയിലൂടെ നരേന്ദ്രമോദി അയോധ്യയിൽ എത്തിയിരിക്കുന്നു. വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ റോഡിൻ്റെ ഇരുവശങ്ങളിലും ആളുകൾ കാത്തു നിൽക്കുന്നു പ്രധാനമന്ത്രിയെ കാണാൻ. പ്രധാനമന്ത്രിയുടെ വരവ്, പ്രധാനമന്ത്രിയാണ് അയോധ്യ സാധ്യമാക്കിയത്, ക്ഷേത്രം സാധ്യമാക്കിയത് എന്ന ഒരു വലിയ പ്രചരണം BJPയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അയോധ്യയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നതിനെ ആ തരത്തിൽ തന്നെ ആഘോഷിക്കപ്പെടുകയാണ്. ധ്വജാരോഹണം ഉടൻ തന്നെ നടക്കും. ക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരുകയാണ്. റോഡ് ഷോയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കടന്നുവരുന്നത്. പ്രധാനമന്ത്രി അയോധ്യയിലെത്തി അദ്ദേഹം റോഡ് ഷോയിലൂടെ കടന്നു വരികയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്തും. വിമാനത്താവളത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ് റോഡ് ഷോ അദ്ദേഹത്തിൻ്റെ വരവിൽ അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത് അയോധ്യയിലുണ്ട്. രഞ്ജിത്തൊക്കെ നിൽക്കുന്നതിന്റെ സമീപത്തു കൂടിയാണോ പ്രധാനമന്ത്രി കടന്നു പോകുന്നത്? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? തീർച്ചയായും സാക്കേത്ത് എന്ന് പറഞ്ഞ അയോധ്യ ക്ഷേത്രത്തിന് ഒരു 3 കിലോമീറ്റർ അകലെയുള്ള ഒരു PG കോളേജ് ഉണ്ട് സജിത്ത്. അവിടെയാണ് പ്രധാനമന്ത്രി വന്ന് ഇറങ്ങിയത്. അദ്ദേഹത്തിന് ഹെലിപാഡ് അവിടെ തയ്യാറാക്കിയിരുന്നു. അവിടെയൊക്കെ വലിയ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ്. അതിനുശേഷം അദ്ദേഹം അയോധ്യ ക്ഷേത്രത്തിലേക്ക് രാംപഥിലൂടെ അയോധ്യ ക്ഷേത്രത്തിന്റെ മുൻവശത്തുകൂടി നേരെ ആദ്യം വരുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ഹനുമാൻ ഗഡിയിലാണ്. ഹനുമാൻ ഗർഹി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹനുമാന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണത്. അവിടേക്ക് എത്തി അവിടെ ദർശനം നടത്തിയതിനു ശേഷമാകും രാംലല്ലയുടെ അടുത്തേക്ക് പോവുക എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രാംപഥിലൂടെ കടന്നു പോകുന്ന വഴികളിലൊക്കെ വലിയ ടൈറ്റ് സെക്യൂരിറ്റിയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല. അതിന്റെ സമീപത്തുള്ള ഒരു ഇടവഴിയിലാണ് നമ്മൾ ഉള്ളത്. ആ ഇടവഴിയിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ പോലീസുകാർ വലിയ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ അങ്ങോട്ടേക്ക് കടക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇതിലൂടെ കടന്നു പോകുന്ന ഒരു പക്ഷേ ഒരു ദൂരക്കാഴ്ച മാത്രം നമുക്ക് ലഭിച്ചേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇരുവശത്തുമായും സാധാരണ ആളുകൾ നിന്ന് അദ്ദേഹത്തിന് പുഷ്പവൃഷ്ടി നടത്തുന്ന പരിപാടിയൊക്കെ സാധാരണ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അദ്ദേഹം ഇപ്പോൾ റോഡ് ഷോ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ രാവിലെ 6 മണി മുതൽ തന്നെ പൂർണ്ണമായും കേന്ദ്ര സേനയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് അയോധ്യയും പരിസര പ്രദേശങ്ങളും. ഓരോ മേഖലയിലും വളരെ കൃത്യമായി തന്നെ പോലീസ് സന്നാഹങ്ങളുണ്ട്. തദ്ദേശീയരെ പോലും അകത്തെ കയറ്റിവിടുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ 7000 പാസുകൾ, 7000 ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ പങ്കെടുക്കാനുള്ള പാസുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ബോളിവുഡ് നടന്മാരുണ്ട്, ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ തെണ്ടുൽക്കറും MS ധോണിയുമുണ്ട്. അവർക്ക് മാത്രമാണ് ഇവിടേക്ക് എത്താനുള്ള സൗകര്യവും സാഹചര്യവും ഒക്കെ ഉള്ളത്. തദ്ദേശീയരായ ആളുകൾക്ക്, ചില ആളുകൾക്ക് പാസുകൾ നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠാ ദിവസം അയോധ്യ നിവാസികൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകാത്തതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിൽ അയോധ്യയിലുള്ളവർക്കും പരിസര പ്രദേശങ്ങളിലുള്ളവർക്കും ഇപ്പോൾ പാസുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പ്രമുഖരായ 7000 ആളുകൾക്ക് മാത്രമാണ് അവിടെ പ്രവേശനം. അവരെ 9 മണിക്ക് മുൻപ് തന്നെ ഈ ആളുകളെ അവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഏജൻസികൾ വഴി, ഇപ്പോൾ ANIയും ദൂരദർശനും ഒക്കെ വഴി ലഭിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ്. മറ്റ് മാധ്യമ പ്രവർത്തകർക്കോ മാധ്യമ സ്ഥാപനങ്ങൾക്കോ ഒന്നും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഈ നേരത്തെ ഈ പാസുകളൊക്കെ നൽകി മാധ്യമ പ്രവർത്തകരെ കൂടി അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഡൽഹി സ്ഫോടനത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രവേശനം ആർക്കുമില്ല, വളരെ റെസ്ട്രിക്ഷനാണ്. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി അവിടെ സാക്കേതിലെത്തിയത്. ഇപ്പോൾ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു. റോഡ് ഷോ തുടരുകയാണ്. അദ്ദേഹം ഏതാനും മിനിറ്റുകൾക്കകം ഈ ക്ഷേത്രത്തിൽ എന്റെ തൊട്ടടുത്തുള്ള ഇവിടുന്ന് 300 മീറ്റർ മാത്രം അകലെയുള്ള ഹനുമാൻ ഗഡി
വേദിയിൽ എത്തിച്ചേരും ആദ്യമെന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്ന് 11:58-നും 1 മണിക്കും ഇടയിലാണ് അവിടെ ഈ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. 11 അടി ഉയരമുള്ള ധ്വജം, അത് ഏറെ പ്രത്യേകതയുള്ള ഒരു ധ്വജമാണ്. അത് 3 വർഷം ആയുസ്സുള്ള, കാറ്റിനെ പോലും, വലിയ കൊടുങ്കാറ്റിനെ പോലും പ്രതിരോധിക്കുന്ന ധ്വജമാണ് അവിടെ ഉയർത്താൻ പോകുന്ന പ്രധാനമന്ത്രി. 191 അടി ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ, അമ്പലത്തിന് മുകളിലാണ് ധ്വജം ഉയരുക. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായാകും സജിത്ത് ഇത്തരത്തിൽ ഒരു ധ്വജം ഒരു ക്ഷേത്രത്തിന് മുകളിലേക്ക് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത്രത്തോളം പ്രൗഢഗംഭീരമായ ചടങ്ങുകളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി പൂജാവിധികൾ നടക്കുന്നുണ്ട്. 101 ആചാര്യന്മാർ, കാശിയിൽ നിന്നും രാമേശ്വരത്ത് നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും അയോധ്യയിൽ നിന്നുമൊക്കെയുള്ള 101 ആചാര്യന്മാരുടെ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ പ്രധാനമായും നടക്കുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ ഓരോ തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ വളരെ കൃത്യമായി തന്നെ നടത്തിക്കൊണ്ടാണ് ഇവിടെ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 11:58 മുതൽ 1 മണി വരെയാണ് ധ്വജാരോഹണം. അദ്ദേഹത്തിന്റെ അതിനുശേഷം പൊതുജനങ്ങളെ പ്രധാനമന്ത്രി സംസാരിക്കും യോഗത്തിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ VVIPകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാകും. അതിനിടയിൽ ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുത്ത ശില്പികളുണ്ട്, തൊഴിലാളികളുണ്ട്, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ആർക്കിടെക്റ്റുകൾ, എഞ്ചിനീയർമാരുണ്ട്, സാങ്കേതിക വിദഗ്ധരുണ്ട്. ഇവരുമായൊക്കെ പ്രധാനമന്ത്രി സംസാരിക്കും എന്നും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു 3 മണിക്കൂറോളം മൊത്തത്തിൽ പ്രധാനമന്ത്രി അയോധ്യയിൽ ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. 3 മണിക്കൂറോളം അയോധ്യയിൽ ചിലവഴിച്ച ശേഷമാകും പ്രധാനമന്ത്രി മടങ്ങുക. ആ സമയം വരെ കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് അയോധ്യ എന്ന കാര്യത്തിൽ സംശയമില്ല. 3 ടയർ സംവിധാനമാണ്. അതായത് ATSന്റെ, ആന്റി ടെററിസ്റ്റ് കോഡിന്റെ നിയന്ത്രണമുണ്ട്. അവർ ക്ഷേത്രത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം ആന്റി ടെററിസ്റ്റ് കോഡിനാണ്. ഇന്നലെ വലിയൊരു സംഘം ഇവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞു. അതിനുശേഷം കേന്ദ്രസേന, CRPF അടക്കമുള്ള കേന്ദ്രസേന ക്ഷേത്രത്തിന്റെ പരിസരം നിയന്ത്രിക്കുന്നു. ഒപ്പം UP പോലീസ് ഗതാഗതം, മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ, ക്ഷേത്രത്തിന് പുറത്തുള്ള ഗതാഗതം, മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ റോഡ് ഷോ, ഇപ്പോൾ നരേന്ദ്രമോദിയുടെ, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു. ഏതാനും മിനിറ്റുകൾ ഈ റോഡ് ഷോ നീണ്ടു നിൽക്കും. അതിനുശേഷം പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കും. സൈത്ത്, യെസ്, അതാണ് കാഴ്ചകൾ. എന്തായാലും റോഡ് ഷോ പുരോഗമിക്കുകയാണ്. ധ്വജാരോഹണം ഉടൻ നടക്കുമെന്നതാണ് പ്രത്യേകത. ഒപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് വരുമ്പോൾ രഞ്ജിത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളായി അവിടെയുണ്ട്. ആദ്യം പ്രാൺ പ്രതിഷ്ഠാ സമയത്തും രഞ്ജിത്തിന് സാന്നിധ്യമുണ്ടായ രഞ്ജിത്ത് ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടതാണ്. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ ഒരുക്കങ്ങൾ എത്ര കണ്ട് പുരോഗമിച്ചു? നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്ന് പൂർണ്ണ നിർമ്മാണത്തിലാവാതെ ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയെന്നൊക്കെ ഒരു വിമർശനം കേട്ടതാണല്ലോ. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇന്നലെ രാത്രി വന്ന ചില ദൃശ്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ അവിടെ ദീപാലങ്കൃതമായ വലിയ രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ക്ഷേത്രം പൂർണ്ണമായി കഴിഞ്ഞു? ക്ഷേത്രത്തിൽ 98%, ഇന്നലെ ഞാനും പ്രശാന്തും ഈ ക്ഷേത്രത്തിനുള്ളിൽ കടന്നിരുന്നു. അവിടെ നമ്മൾ ദർശനം നടത്തി തിരിച്ചു വരുമ്പോൾ 77 ഏക്കറിലായി വലിയ തോതിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ഇതിൽ 2.5 ഏക്കർ സ്ഥലത്താണ് പൂർണ്ണമായും ക്ഷേത്രത്തിന്റെ നിർമ്മാണം. 77 ഏക്കർ പ്രദേശത്ത് അതിൽ 2.5 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രത്തിന്റെ പൂർണ്ണമായ നിർമ്മാണം സംഭവിച്ചിരിക്കുന്നത്. 2020 പണി ആരംഭിച്ച ഒരു ക്ഷേത്രമാണ്. 2024 ജനുവരി മാസത്തിൽ പ്രാൺ പ്രതിഷ്ഠ നടക്കുന്നു. അന്ന് 2 നിലകൾ മാത്രമായിരുന്നു പൂർത്തിയായിട്ടുള്ളത്. അതിനുശേഷം ഈ 1 വർഷം സമയം കൊണ്ട്, 1 വർഷം 11 മാസം, ഒരു 8-9 മാസം സമയം കൊണ്ട് ബാക്കി നിർമ്മാണ